ഇന്ന് സമസ്തയുടെ 100ാം വാർഷികമാണ്. സമസ്ത 1926 ജൂൺ 26 കോഴിക്കോട് രൂപീകൃതമാകുന്നത്. മുസ്ലിം സമുദായത്തിൻ്റെ മുസ്ലിം മത പണ്ഡിതന്മാരുടെ വലിയ ഒരു സംഘടനയാണ്. അവരാണ് മദ്രസകളുടെ രൂപീകരണം, അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ എഡ്യൂക്കേഷൻ, അതെല്ലാം അവരുടെ ചിന്താധാരയിൽ നിന്ന് അവരാണ് കെട്ടിപ്പടുത്ത് ഇസ്ലാമിക സമൂഹത്തെ ഇത്രമാത്രം പുരോഗതിയിലേക്ക് നയിച്ചത് എന്നതിൽ യാതൊരു മാറ്റവുമില്ല. ലീഗും അവർക്കൊപ്പം തന്നെയാണ് ആദ്യ ഘട്ടം മുതൽ. ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം, നമ്മുടെ CPM CPI എന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്ന് മാത്രം. പക്ഷേ മുസ്ലിം സമുദായം, മുസ്ലിം ലീഗ്, സമസ്ത ഒക്കെ തന്നെ ഇപ്പോൾ ഭൂരിഭാഗം ആളുകളും, ഈ സമസ്തയിലെ ചില ആളുകളൊക്കെ ഇടതുമുന്നണിക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമാണ്. പക്ഷേ മുസ്ലിം ലീഗും അതുപോലെ തന്നെ മൃഗീയ ഭൂരിപക്ഷം മുസ്ലിം സമുദായവും ഒക്കെ തന്നെ UDF അനുകൂല ക്യാമ്പുകളിലാണ് ഇപ്പോൾ. UDFന് ഒപ്പമാണ് ഇപ്പോൾ. അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷേ ഒരു മുഖ്യമന്ത്രി സ്വന്തം ഇഷ്ടപ്രകാരം പല തീരുമാനങ്ങൾ UDFിലോ കോൺഗ്രസ് പാർട്ടിയിലോ, അദ്ദേഹം ഉൾപ്പെടുന്ന കോൺഗ്രസ് പാർട്ടിയിലോ ചർച്ച ചെയ്യാതെ നടപ്പിലാക്കി എന്ന് വരുമ്പോൾ അത് എത്രമാത്രം മോശം പ്രവണതയാണ്. ഈ പിണറായി വിജയനെ ഏകാധിപത്യ സ്വഭാവത്തിന്റെ പേരിൽ തലങ്ങും വിലങ്ങും ആക്രമിച്ച മാധ്യമങ്ങളും ആളുകളും രാഷ്ട്രീയ നിരീക്ഷകരും അത്തരം ആളുകളുടെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ അവരെ കൊണ്ട് സമ്പന്നമാണ് കേരളം. ആ മനീഷികളിൽ നിന്നൊന്നും, ആ ബുദ്ധിജീവികളിൽ നിന്നും, ആ വലതുധാരകളിൽ നിന്നൊന്നും ഇപ്പോ VD സതീശൻ മേനോൻ മുഖ്യമന്ത്രി നടത്തുന്ന ഏകാധിപത്യ സ്വേച്ഛാധിപത്യ വാഴ്ചയെക്കുറിച്ച് ഒരു വിമർശനവും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് വളരെയധികം വിഷമിപ്പിക്കുന്ന കാര്യമാണ്. ലീഗിനെ മുഖവിലേക്ക് എടുത്തിട്ടാണോ PM ശ്രീ പദ്ധതിയുമായി VD സതീശൻ മുന്നോട്ട് പോകുന്നത്? ലീഗിനെ മുഖവിലേക്ക് എടുത്തിട്ടാണോ നികുതി കുറച്ച് മദ്യവിൽപ്പനയുമായി മുന്നോട്ട് പോകുന്നത്? ലീഗിനെ മുഖവിലേക്ക് എടുത്തിട്ടാണോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്വകാര്യ നിക്ഷേപം, സ്വകാര്യ കുത്തകകൾക്ക് തീരെഴുതാനുള്ള തീരുമാനവുമായി പോകുന്നത്? അദാനിക്ക് ഓശാന പാടുന്ന രീതിയിൽ VD സതീശൻ അധപ്പതിച്ചു പോയത് എപ്പോഴാണ്? വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കാതിരിക്കാൻ സമരം ചെയ്തവരുടെ കൂട്ടത്തിൽ VD സതീശനും ഉണ്ടായിരുന്നല്ലോ. ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ചർച്ചയും പാർട്ടിയിലോ അതുപോലെ തന്നെ മുന്നണിയിലോ ഒരു ചർച്ചയും നടത്താതെ ഏകപക്ഷീയമായി ഫയൽ നീക്കം നടത്തുകയും അത് തന്നെ നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് ശഠിക്കുന്ന ഈ VD സതീശനെതിരെ ഒരിക്കൽ സമസ്തയും സമസ്തയുടെ മുഖപത്രവും എഴുതി, ഇത് ശരിയല്ല, ഈ പോക്ക് ശരിയല്ല എന്നെഴുതി. പക്ഷേ ലീഗ് ഇപ്പോഴും മൗനത്തിലാണ്. ലീഗിന് അവരാവശ്യപ്പെട്ട മന്ത്രിപദവികൾ കിട്ടി, അവരാവശ്യപ്പെട്ട വകുപ്പുകൾ കിട്ടി. പക്ഷേ അവരുടെ വകുപ്പിനകത്തല്ലേ മുഖ്യമന്ത്രി ഈ ഇടപെടലുകൾ നടത്തുന്നത്? വ്യവസായ വകുപ്പിനകത്തല്ലേ? കുഞ്ഞാലിക്കുട്ടി സാഹിബാണല്ലോ വ്യവസായവും IT ഒക്കെ. അദ്ദേഹത്തിന്റെ വകുപ്പിനകത്തല്ലേ ഇതെല്ലാം VD സതീശൻ തുറന്നു കയറി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ PK കുഞ്ഞാലിക്കുട്ടിക്ക് മിണ്ടാട്ടം മുട്ടിയ അവസ്ഥയാണ്. കുഞ്ഞാലിക്കുട്ടി എന്തെങ്കിലും പറഞ്ഞതായി ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് പത്രങ്ങളിലോ TVകളിലോ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? സർക്കാരിന്റെ നയസമീപനങ്ങളെക്കുറിച്ച് മുസ്ലിം ലീഗ് ഔദ്യോഗികമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? PMA സലാമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും എവിടെ ഇരുന്നെങ്കിലും പറയുമായിരിക്കാം. പക്ഷേ സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്തെങ്കിലും പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടില്ല. സമസ്തയുടെ മുഖപത്രത്തിൽ എഴുതി PM ശ്രീയൊക്കെ കൂടിയാലോചനയ്ക്ക് ശേഷം വേണം നടത്താൻ. PM ശ്രീ എന്തുകൊണ്ടാണ് ഇടത് സർക്കാർ മരവിപ്പിച്ചത് എന്ന് നമുക്ക് വ്യക്തമാണ്. അത് കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്, പാലിക്കുന്നുണ്ട്. കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ കുഴപ്പമുണ്ട് എന്നല്ല അതിനർത്ഥം. കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ ഒരു കുഴപ്പവുമില്ല. ഇനിയിപ്പോൾ ലീഗൊക്കെ ഇടപെട്ട് കേന്ദ്രീയ വിദ്യാലയങ്ങൾക്ക് മുന്നിൽ പോയി സമരം ചെയ്യാതിരുന്നാൽ മതി. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല. PM ശ്രീ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ മാറ്റങ്ങൾ എന്ത് വേണം, PM ശ്രീ എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ലീഗിനെ കൺവിൻസ് ചെയ്തിട്ടുണ്ടോ? ഇതൊന്നും ചെയ്യാതെയാണ് ഇപ്പോൾ UDFന്റെ മുഖ്യമന്ത്രി VD സതീശൻ മുന്നോട്ട് പോകുന്നത്. മുന്നണിയിൽ UDF മുന്നണിയിൽ തന്നെ VD സതീശനെതിരെ കടുത്ത പ്രതിഷേധം നിലനിൽക്കുന്നു എന്നതാണ് വാസ്തവം.